സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലിവിങ് ജീവൻ. അപ്പോൾ നമ്മുടെ വീട്ടിലെ കുളമാണ് നമ്മൾ ഇന്ന് പിടിക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത്. കാണുന്നതാണ് നമ്മുടെ കുളം. നമ്മുടെ ചേട്ടൻ ഇവിടെ നിന്ന് പാല് നമ്മുടെ വാലി ഒരു സൈഡിലേക്ക് മാറ്റിയാണ്. ഇവിടെ നമ്മുടെ ടോമിമോൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ടോമി എന്തൊക്കെ ഉണ്ട്, സുഖമാണോ? അവനൊരു റിയാക്ഷൻ ഇല്ല ഗൈസ്. തുമ്മി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുളം വറ്റിക്കാനായിട്ട് നമ്മുടെ അടുത്തേക്ക് ഈ കാണുന്ന 5-ന്റെ മോട്ടറാണ്. കഴിഞ്ഞ വട്ടം നമ്മൾ കറണ്ടിന്റെ മോട്ടറായിരുന്നു എടുത്തത്. അത് എടുത്തപ്പോഴേ കുറെ കമന്റ് ഒക്കെ വന്നതോടെ നമ്മൾ ഈ വട്ടം തൊട്ട് കൂടിയ മോട്ടറൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ചെളിയൊന്നും അങ്ങനെ കലക്കാതെ നമ്മൾ പാല് മാത്രമാണ് ഇപ്പോൾ വാരി കളയുന്നത്. ആ ഒരു സൈഡിൽ പാല് വാരിയിട്ട് വേണം അവിടെ മോട്ടർ വെച്ച് നമുക്ക് ഇന്നത്തിൽ വെള്ളം വറ്റിച്ചിട്ട് മൊത്തം മീനെ പിടിക്കാനായിട്ട്. മീൻ പിടിക്കാനായിട്ട് നമ്മൾ അപ്പം തന്നെ കറങ്ങി വരുന്നുണ്ട്. അങ്ങനെ മോട്ടറൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ അതിന്റെ കാവൽക്കാരനാണ് ഇത് ഇവിടെ 1 ലിറ്റർ വെള്ളമൊക്കെ ആയിട്ട് ഇവിടെ ഇരിക്കുന്നത്. അവൻ നല്ല എക്സൈറ്റഡ് ആണെന്ന് തോന്നി കണ്ടിട്ട്. നമ്മൾ ഈ ഒരു സൈഡിലായിട്ട് നമ്മുടെ മീനുകളെ പിടിച്ചിടാനായിട്ട് ബക്കറ്റും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും പോയി അതിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് പോയിരിക്കുകയാണ്. നമ്മൾ മാത്രം ഇവിടെ സൂപ്പർവൈസറായിട്ട് ഇവിടെ നിൽക്കും. ഇതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി. കാരണം കാലിലൊരു ചെറിയ മുറിവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങി അത്രമാത്രം അങ്ങനെ എൻജോയ് ചെയ്ത് പിടിക്കാനായിട്ട് പറ്റത്തില്ല. കാലിലെ മുറിവിൽ ഇനി ഇത് വെള്ളം കയറിയിട്ട് വേണം വല്ല അസുഖമൊക്കെ പിടിച്ച് നമുക്ക് സീനായോ വേണ്ട. ഈ കുളത്തിന് മേൾവശം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എത്രമാത്രം കുഞ്ഞു മീനുകൾ കിടന്ന് അടിക്കുന്നത്. ഇതേ കണ്ടില്ലേ, നമ്മുടെ ചുട്ടിപ്പൂശാനൊക്കെയാണ് അതുകൊണ്ടാണ് പോകുന്നത്. ഇവിടെ കുറെ വയമ്പുകളും പരലുകളും എല്ലാം ഇവിടെ നിൽപ്പുണ്ട്. ഇവിടെ നിന്ന് മേളിൽ നിന്ന് അടിക്കുന്നത്. അതിനർത്ഥത്തിനകത്ത് വരാൽ കുറവാണെന്നാണോ ആർക്കറിയാം. ഇപ്പം നമ്മുടെ മോട്ടറിന്റെ ഫുഡ് വാൽവ് വെക്കാനുള്ള സ്ഥലം സെറ്റ് ചെയ്യുകയാണ്. അവിടെ നടുക്കൊരു നമ്മൾ ബക്കറ്റ് ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചേട്ടനാണ് വെക്കുന്നത്. ഒരു കരിക്കല്ലെടുത്ത് കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് താത്തങ്ങ് വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ അവിടുന്ന് ഇവിടെ മോട്ടറിൽ വെള്ളം നിറച്ചിട്ട് ഓണാക്കുന്ന ഒരു സംഭവമാണ് അവിടെ നടക്കാനായിട്ട് പോകുന്നത്. അവിടെ നമുക്കൊരു കീരി എന്തോ ഒരു സാധനത്തിനെ കൊണ്ട് പോകുന്നതാണ്. നോക്ക് ഗൈസ്, അവൻ എന്തിനെയും കൊണ്ട് പോവാണ്. അതുകൊണ്ട് ആ കീരി എന്താണത്, അവൻ പോയി. നമ്മുടെ മോട്ടർ ഓണാക്കാനായിട്ട് പോകണം. അതിനായിട്ട് മുമ്പ് നമ്മുടെ അപ്പനും വന്ന് ഇവിടെ നിൽപ്പുണ്ട്. ചേട്ടൻ താഴെ നിന്ന് മോട്ടറിന്റെ ഫുഡ് വാൽവിൻ്റെ അവിടെ സെറ്റ് ചെയ്യുന്നു. മോട്ടറിലേക്ക് എയർ പിടിക്കാതിരിക്കാനായിട്ട് വെള്ളം നിറച്ചിട്ട് വേണം നമുക്ക് മോട്ടർ ഓണാക്കാൻ. നമുക്ക് എന്തായാലും മോട്ടർ വെള്ളം ഒഴിക്കുന്നൊന്ന് ശരിയാക്കിയിട്ട് വരാം. അങ്ങനെ നമ്മുടെ മോട്ടർ അവിടെ ഓൺ ആക്കിയിട്ടുണ്ട്. 5 മിനിറ്റ് എടുക്കും അതിലേക്ക് വെള്ളം പിടിക്കാനായിട്ട്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഈ ഒരു സൈഡിൽ നിന്ന് ഇതുവഴി കയറി മോട്ടറിലേക്ക് വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ കണ്ട പോലെ ഇപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ മോട്ടർ സെറ്റാക്കിയിട്ട് ഓൺ ആക്കിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് പിടിക്കും അതിലേക്ക് വെള്ളം കയറി വരാനായിട്ട്. ശബ്ദം അങ്ങനെ നമ്മുടെ മോട്ടറിലേക്ക് വെള്ളം പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതേ പോണ് കുത്തൊഴുക്ക് പോലെ ഒഴുകി പോകുന്നുണ്ട്. നമ്മുടെ അയ്യത്തോട്ടാണ് പോകുന്നത്. നമ്മുടെ കൃഷി സ്ഥലത്തേക്ക് കണ്ട് ഇറക്കി വിട്ടിട്ടുണ്ട്. അവിടെ നമ്മുടെ കുറെ തെങ്ങും മാവും ഇങ്ങനെ കുറെ സാധനങ്ങൾ അവിടെ നട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒഴുക്കി വിട്ടിട്ടുണ്ട് നമ്മുടെ വെള്ളം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ആ സൈഡിൽ മൊത്തം പായലും വാരണം. അതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. ഞാൻ പോയി പായൽ വാരണം. നമുക്ക് ഇതിന്റെ ഈ ഒരു സൈഡിൽ നിന്ന് പായലെടുത്ത് തുടങ്ങാം. അവിടെയാണ് നമ്മുടെ ഇടാൻ പറഞ്ഞേക്കുന്നത്. നമ്മളതുകൊണ്ട് അവിടെ തന്നെ കൊണ്ടിടുക. അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. ഇതേ ഇപ്പൊ കാണാൻ പറ്റുന്ന പോലെ അടിവശം നല്ലോണം തെളിഞ്ഞ് ചേറാണ് ഇതിനകത്ത് മൊത്തം. നമ്മളിപ്പോൾ അതിന്റെ സ്പീഡ് കുറച്ച് മോട്ടറിന്റെ ഏറ്റവും സ്പീഡ് കുറച്ചിട്ടേക്കാണ്. ഇപ്പം നൈസായിട്ട് വെള്ളം പോകുന്നുണ്ട്. മാക്സിമം പോട്ടെ, എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. എയർ പിടിക്കാൻ മുമ്പ് ഓഫ് ചെയ്യണം. അങ്ങനെ വെള്ളം പോകുന്ന ടൈമിൽ ഞാനും ചേട്ടനും ഇവിടുന്ന് പായലെല്ലാം കൂടെ വാരിക്കളഞ്ഞു കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിൽ പായലുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ ചേറുവാണ്. അതുകൊണ്ട് തന്നെ ഇച്ചിരി കഷ്ടപ്പാടാണ് ഇത് വൃത്തിയാക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പായലൊക്കെ എടുത്ത് കഴിഞ്ഞ് നമ്മുടെ കുളം ഇങ്ങനെ ആയിട്ടുണ്ട്. നമ്മുടെ ചേട്ടൻ ഒന്നുകൂടെ ആ ഫുഡ് വാൽവ് എടുത്ത് നീക്കി വെച്ചിട്ട് വെള്ളം ഒന്നുകൂടെ അടിച്ചു കളയാനായിട്ടുള്ളൊരു പ്ലാനിലാണ്. അവിടെ വൃത്തിയാക്കിയിട്ട് നോക്കാം. ഇത്തിരി വെള്ളമേ ഉള്ളൂ, ഇവിടെ അടിച്ചു കളയാം. വെള്ളമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മളിതേ ചേട്ടന് നമ്മുടെ വലയൊന്നും കൊണ്ട് കൊടുക്കുന്നുണ്ട്. വല കിട്ടിയപ്പോൾ തന്നെ ചേട്ടൻ പൊക്കിയെടുത്തൊരു സാധനത്തിലെ കണ്ടില്ല. അവനെ നമ്മൾ നൈസായിട്ട് നമ്മുടെ കരയിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വലുപ്പം കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കാണ് ഇത് ഏതൊരു മീനാണ്. ഇത് നമ്മുടെ കുളത്തിൽ കുറച്ച് നാളായിട്ട് കിടക്കുന്ന ഒരുത്തനാട്ടാ. എപ്പോൾ തീറ്റ കൊടുക്കാൻ വന്നാലും ഇവനെ നമ്മൾ കാണാറുണ്ട്. ഇതേ പാത്രത്തിലിട്ട് വൃത്തിയാക്കിയിട്ട് അവനെ നോക്കുമ്പോൾ അവന്റെ അവസ്ഥ കണ്ടില്ല. വെയിറ്റ് ഒക്കെ എത്രയാണെന്ന് നമുക്ക് അവസാനം ഒന്ന് തൂക്കി നോക്കണം. അങ്ങനെ ഈ കുളത്തിൽ നമ്മൾ നല്ല രീതിയിൽ ഇളക്കി മറിച്ച് മീനുകളൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ് ഇത് ഈ കാണുന്ന ഒരു വരാലാണ്. ഇതാണ് അമ്മ രണ്ടുപേര്. അങ്ങനെ നമ്മുടെ കുളം പിടി ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഒരു വട്ടം കൂടി ഈ കുളം പിടിക്കേണ്ടതായിട്ട് വരും. കാരണം ഇതിനകത്ത് മൊത്തം കല്ലാണ്. അപ്പം എൻ്റെ ഇടയ്ക്കെല്ലാം മീനുകൾ കയറിയിരിക്കും. ചെറിയ മീനുകളെല്ലാം അതിൻ്റെ ഇടയ്ക്ക് കയറിയിരിക്കുകയാണ്. അവന്മാരൊന്നും നമുക്കിന്ന് പിടിക്കാനായിട്ട് പറ്റില്ല. പിന്നെ നമ്മൾ പിടിച്ചുകൊണ്ട് നമ്മുടെ ചുട്ടിപ്പൂശന്മാരുടെ കുറേ കുഞ്ഞുങ്ങളെ പിടിച്ചിട്ടുണ്ട്. ഇവന്മാരെല്ലാം നമ്മുടെ ഓസ്കാറിനൊക്കെ ഫീഡ് ചെയ്യാന്നല്ലോ, വേറൊരു ഗുണമില്ല. ഇനി നമുക്ക് എന്തൊക്കെ മീനുകളെ കിട്ടിയെന്നും എത്ര മീനൊക്കെ കിട്ടിയെന്നൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഞാനിപ്പോൾ കാണിച്ച ആ വരാലിന് എത്രമാത്രം വെയിറ്റ് ഉണ്ട്, അത് കാര്യങ്ങളെല്ലാം നമുക്കിന്ന് നോക്കണം. ഇത് കൊക്കും കീരിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കൊക്ക്, ഇപ്പുറത്തൊരു കീരിയുണ്ട്. മരെല്ലാം കുളത്തിലെ മീനുകളെല്ലാം ഇപ്പോൾ ഇറങ്ങും. ഇപ്പം വെയിലുമാണ്. നമ്മളിപ്പോൾ നല്ലോണം കലക്കി നിർത്തിയേക്കുന്നതുകൊണ്ട് മീനുകളെല്ലാം ഇപ്പോൾ ഇറങ്ങും. മരെല്ലാം പൊക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഈ കൊക്കൊക്കെ. ഇത് ഒരുത്തം നോക്കിയിരിക്കുന്നുണ്ട്. ഇപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വലിയ വരാലിനെ തൂക്കാനായിട്ട് പോവുകയാണ്. എത്ര കിലോ ഉണ്ടോ നോക്കട്ടെ. തിരികെ തിരിച്ചേ 1 240 കിലോ ഉണ്ട്. 1.25 കിലോ കറക്റ്റ് ഉണ്ട്. അടുത്ത് നമ്മുടെ ഒരു വരാലിനെ കൂടെ ഇട്ടിട്ടുണ്ട്. അവനോട് എത്ര കിലോ നോക്കാം. രണ്ടുപേരും കൂടെ കിടക്കുമ്പോൾ എത്ര കിലോ നോക്കാം. 750 അപ്പോൾ 1/2 കിലോ. സോ അതൊക്കെയാണ് നമുക്ക് ഇന്ന് കിട്ടിയ മീനുകൾ. ഓക്കെ
ഉച്ചയ്ക്ക് തന്നെ, അപ്പോൾ കുഴപ്പമില്ല. അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കിട്ടിയ മീനുകൾ. നമ്മളപ്പോൾ അതിലൊരു ചെറിയ ഒരുത്തനെ അങ്ങ് പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അലിഗേറ്റർകാരൻ നമുക്ക് കൊടുത്തു വെക്കാം. അപ്പോൾ അവനൊരു ഫീഡ് ആകും, നമുക്കത് കൊടുത്തു നോക്കട്ടെ. ആളിതേ മണ്ടയ്ക്കൊന്ന് നോക്കി ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ, ഓ മൈ ഗോഡ്, ആളിച്ചിരി ടെററായിട്ട് തന്നെ നിൽക്കുകയാണ്. ഓ ഇവൻ്റെ അവസ്ഥയാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഇട്ടടാ മോനെ, പിടിച്ചോ? പിടിച്ചില്ല. ക്യാപ്പിൽ കൂടെ താഴെ പോയിട്ടുണ്ട്. അത് ഇപ്പോൾ കിട്ടി. കറക്റ്റ് അവൻ പിടിച്ചിട്ടുണ്ട്. ആളിച്ചിരി അവശം വരെ നിൽക്കുമായിരുന്നു നമ്മുടെ കരട്ടി മീൻ. അവനെ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവന് പിടിക്കാനും പറ്റും. നല്ലൊരു ഒരു ഫോമിലാണ് അവൻ പിടിച്ചേക്കുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ കുളം ഇവിടുത്തെ. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ അതിലെ വെള്ളം ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇതേ നമ്മൾ വളർത്തുന്ന മീനുള്ളതുകൊണ്ട് അത് അങ്ങനെ നമുക്ക് ഇറങ്ങി അവന് പിടിക്കുന്നൊന്നുമില്ല. ജസ്റ്റ് വെള്ളം കുറയുകയാണെങ്കിൽ മാത്രം നമ്മൾ ടാങ്കുകളിൽ പിടിച്ചിടും. അടുത്ത മഴയ്ക്ക് നമ്മൾ അമ്മമാരെ പിടിച്ച് തിരിച്ച് കുളത്തിൽ തന്നെ ഇടുന്ന ഒരു പ്രക്രിയയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ, അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. തുടരെ ഇതുപോലത്തെ നമ്മുടെ അടിപൊളി കുറേ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, അടുത്തൊരു വീഡിയോ കാണാം.